ശബരിമല നെയ്ക്രമക്കേടിൽ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങി വിജിലൻസ്. തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും ബോർഡ് മുൻ അംഗം CN അജികുമാറിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. വിശദമായ അന്വേഷണത്തിന് ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്ന് കൊല്ലം വിജിലൻസ് കോടതിയെ ധരിപ്പിച്ചതിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് വിജിലൻസിന്റെ നീക്കം. ശബരിമല നെയ്ക്രമക്കേടിൽ സാമ്പത്തിക തട്ടിപ്പും ക്രമക്കേടും നടന്നുവെന്ന വിജിലൻസിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞതിന് പിന്നാലെ FIR സമർപ്പിച്ച സാഹചര്യത്തിലാണ് തുടർ നടപടികൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണത്തിന് കേസിലെ പ്രതികളായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ ബോർഡ് അംഗം CN അജിയെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. ഇതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ കേസിന്റെ വിശദാംശങ്ങൾ സമർപ്പിച്ചതിനു ശേഷം കസ്റ്റഡി അപേക്ഷ നൽകും. ശബരിമലയിലേക്ക് നൽകിയ നെയ്യിൽ ക്രമക്കേട് നടന്നതിൽ ഗൂഢാലോചന സാമ്പത്തിക ക്രമക്കേടിലും ഇരുവരുടെയും പങ്ക് കണ്ടെത്തുന്നതിനായാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. മിൽമയ്ക്ക് കരാർ ലഭിക്കുന്നതിന് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം മകരവിളക്ക് കാലയളവിൽ പുറത്തുനിന്ന് നെയ് വാങ്ങുന്നതിന് 2024 ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത്. ഇതിനായി ടെൻഡർ വിളിച്ചു. 6 സ്ഥാപനങ്ങൾ ടെൻഡറിൽ പങ്കാളിയായെങ്കിലും ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ടെൻഡർ റദ്ദാക്കി കരാർ മിൽമയ്ക്ക് നൽകുകയായിരുന്നു. വിജിലൻസ് SP സൗജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ അറസ്റ്റിലായ PS പ്രശാന്തും അജികുമാറും റിമാൻഡ് കാലാവധി നീട്ടിയതോടെ ജയിൽവാസത്തിലാണ്. ജനം, തിരുവനന്തപുരം.